Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വിധിയെഴുത്ത് ആരംഭിച്ചു. രാവിലെ 7 മണിയോടെ തന്നെ ആരംഭിച്ച പോളിംഗ് അങ്കമാലി മേഖലയിൽ സുഗമമായി തുടരുകയാണ്. ചാലക്കുടി പാർലമെന്റ് ലോക്സഭാ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ പോളിംഗ് ബൂത്തിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ബെന്നി ബെഹനാൻ 134 ഷേർലി ബെന്നി 133 വീണ രാവിലത്തെ വോട്ട് രേഖപ്പെടുത്തി. വലിയ ആത്മവിശ്വാസമാണ്. രാവിലെ തന്നെ നല്ല പോളിംഗ് ആണ്. ഞാൻ എല്ലാ സ്ഥലത്തും ബന്ധപ്പെട്ടു. റോജി ഇവിടെ ഉണ്ട്. റോജി ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിൽ തന്നെ ഒന്ന് സന്ദർശനം നടത്തിയ ആളാണ്. എല്ലായിടത്തും വിളിച്ചപ്പോൾ രാവിലെ തന്നെ നല്ല പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. പോളിംഗ് ശതമാനത്തിന് വർധനവുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും UDF അനുകൂലമാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസമാണ്. ഇന്നലത്തേക്കാൾ ആത്മവിശ്വാസമാണ് ഇന്ന് പോളിംഗ് തുടങ്ങിയപ്പോൾ. പോളിംഗ് ശതമാനം കൂടുതലെന്ന് പറയുമ്പോഴേ കുന്നത്തുനാട്ടിലും നല്ല പോളിംഗ് ഉണ്ട്. കുന്നത്തുനാടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രമുണ്ട്. കാലാകാലങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ള ഒരു നിയമമണ്ഡലമാണ് കുന്നത്തുനാട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ള ഒരു നിയമമണ്ഡലമാണ് കുന്നത്തുനാട്. കുന്നത്തുനാടിന് ഒന്ന് സംഭവിക്കാൻ പോലുള്ള UDF കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. തീരമേഖലയിലും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല പോളിംഗ് ഉണ്ട്. ഏതായാലും ഈ പ്രാവശ്യം ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു. കാരണം ഈ വോട്ട് ഇന്ത്യയെ രക്ഷിക്കാനും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാനും ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ അന്തസ്സ് നിലനിർത്താനും വേണ്ടിയാണ്. ആ ഒരു അവകാശം, അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയാനുള്ള പ്രബുദ്ധത വോട്ടർമാർക്കുണ്ട് എന്നതിന്റെ തെളിവാണ് രാവിലെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കുക, ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യും. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രൻ തൃശൂർ കേരളവർമ്മ കോളേജിലെ 53-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി K. ഉണ്ണികൃഷ്ണൻ ചാലക്കുടി കുടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ പാലാരിവട്ടം തമ്മന റോഡിലുള്ള സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ജൂബിലി ഹാളിലാണ് രാവിലെ വോട്ട് ചെയ്തത്. MLA റോജി ജോൺ കോതകുളങ്ങര LP സ്കൂൾ ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. വെയിലിന്റെ കാഠിന്യം മൂലം പരമാവധി ആളുകൾ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. മേഖലയിലെ ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം പോളിംഗ് വൈകിയതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾ വൈകി ഇവിടെ പോളിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്.